എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ ഒരു മനോഹരമായിട്ടുള്ള വീട് 3.5 സെന്റ് സ്ഥലത്ത് 1850 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 300 മീറ്റർ മാത്രമാണ്. ഇൻഫോ പാർക്ക് 10 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റൽ 6 കിലോമീറ്റർ, എടപ്പള്ളി ലുലുമാൾ 12 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം. ചെറിയൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വീട്. KW വാട്ടർ കണക്ഷനും കിണർ വെള്ളവും ലഭ്യമാണ്. വാ, ഈ വീട് കാണാം. എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീടിന് കണ്ടംപററി മോഡേൺ ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ ഈ ഭാഗത്തായി എ ടൈപ്പ് സ്ട്രക്ചർ നൽകിയിരിക്കുന്നു. എ ടൈപ്പ് സ്ട്രക്ചറിനടിയിലായി ടെറാക്കോട്ട ടൈലുകളുടെ ഡിസൈനും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായി ടെക്സ്ചർ വർക്കുകളാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് ബാൽക്കണി നൽകിയിരിക്കുന്നത്. ബാൽക്കണിയുടെ ഹാൻഡിൽ നിർമ്മിച്ചിട്ടുള്ളത് സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ്. മുകളിൽ ധാരാളം LED ലൈറ്റും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ഒരു ജനലും നൽകിയിരിക്കുന്നു. ആകെ മൊത്തത്തിൽ ഒരു മോഡേൺ ഡിസൈനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ മുന്നിലായി കാണുന്ന 4 മീറ്റർ വിട്ടുള്ള ഇന്റർലോക്ക് ചെയ്ത റോഡാണ്. വീടിൻ്റെ മതിൽ നിന്നും തുടങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരു 4-വേ ലൈറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനും നൽകിയിരിക്കുന്നു. മതിലിൻ്റെ മുകളിലായി ഇവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഗേറ്റിലേക്ക് വരികയാണെങ്കിൽ സ്ലൈഡിംഗ് ഗേറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും GA ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. KW വാട്ടർ കണക്ഷനും കിണർ വെള്ളവും ഇവിടെ ലഭ്യമാണ്. ഇതാണ് കിണർ. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് കാർ പോർച്ച് വരുന്നത്. കാർ പോർച്ചിൽ ഇന്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിട്ടുള്ളത്. വലിയൊരു വാഹനം കാർ പോർച്ചിൽ പാർക്ക് ചെയ്യാം. ഈ ഭാഗത്തായി 2 വീലറുകളും പാർക്ക് ചെയ്യാം. ഇവിടെ ഇടയിൽ സിന്തറ്റിക് ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തായി ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിരിക്കുന്നു. പ്ലാന്റർ ബോക്സിൽ കലാത്തിയ പ്ലാന്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ മിറ്റൽ ചിപ്സും നൽകിയിരിക്കുന്നു. ഇവിടെ അത്യാവശ്യം നടക്കാനുള്ള സൗകര്യവും ലഭ്യമാണ്. ഈ വീടിൻ്റെ പുറത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തേക്കാണ് പോകേണ്ടത്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ 2 സ്റ്റെപ്പ് നൽകിയിരിക്കുന്നു. ഫുൾ ബോഡി ടൈലാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ 2 ഭാഗത്തായി 2 പില്ലർ നൽകിയിരിക്കുന്നു. ഇവിടെ മോഡേൺ ഡിസൈനിലുള്ള ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ മെയിൻ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റപ്പാളിയായിട്ടാണ് മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ വലിയൊരു ഹാൻഡിലും ഇവിടെ ലൂവർ ഡിസൈനുമാണ് നൽകിയിട്ടുള്ളത്. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് സ്പേസിൽ വലിയ വെട്രിഫൈഡ് ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയുമായി മോഡേൺ ഡിസൈനിലുള്ള ജനലും നൽകിയിരിക്കുന്നു. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ലൂവർ ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെയായി ധാരാളം സ്റ്റോറേജ് സ്പേസും ലഭ്യമാണ്. ഇവിടെ ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും തിരിക്കുന്ന ഒരു പാർട്ടീഷൻ വാള് നൽകിയിരിക്കുന്നു. മുകളിലായി ഒരു ആർക്കി ഡ്രൈവും നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസാണിത്. ഇവിടെ ആ മോഡേൺ ജനൽ നൽകിയിരിക്കുന്നു. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തായി ഇൻവേർട്ടർ വെക്കാനുള്ള സ്പേസും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ വാഷ് കൗണ്ടർ വരുന്നത്. ഇവിടെ സെറയുടെ ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഇവിടെ പില്ലർ ടാപ്പ്, ഇവിടെ ലൂവർ ഡിസൈനും ഇവിടെ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. താഴെയായി സ്റ്റോറേജ് സ്പേസും ലഭ്യമാണ്. ഇനി നമുക്ക് കിച്ചൺ നോക്കാം. ഇതാണ് കിച്ചൺ. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പിൽ വൈറ്റ് കളർ ടൈലാണ് നൽകിയിട്ടുള്ളത്. താഴെ മുകളിലുമായി ധാരാളം സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. ഇവിടെ കിച്ചൺ വിൻഡോ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് സിങ്ക്. കിച്ചണ് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതാണ് താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇത്. ഇവിടെയുമായി 2 ജനലുകൾ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ഒരു മോഡേൺ ഡിസൈനിലുള്ള ജനലും കൊടുത്തിട്ടുണ്ട്.
ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. വാർഡ്രോബിൻ്റെ ഹാൻഡിൽ നൽകിയിരിക്കുന്നത് ബ്ലാക്ക് കളറിലായിട്ടാണ്. ഈ ഭാഗത്തായി ഒരു ഡ്രസ്സിങ് ഏരിയ നൽകിയിരിക്കുന്നു. താഴെയായി സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ആണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഡോർ വരുന്നത് ഫൈബറിലാണ്. നല്ല മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്തായി ഒരു ഷവർ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ഇവിടെ ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി വാഷ് ബേസിൻ വരുന്നു. ഈ ഭാഗത്തായി ഒരു മിററും നൽകിയിട്ടുണ്ട്. നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വരുന്നത് വുഡിലും സ്ക്വയർ ട്യൂബിലുമാണ്. വുഡൻ ഫിനിഷുള്ള ടൈലുകളാണ് സ്റ്റെപ്പിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ 3 വാളിൻ്റെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ പർഗോളകളും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നേരെ പോകുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. സ്റ്റെപ്പ് കയറി നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഭാഗത്തേക്കും വരുന്നുണ്ട്. ഈ ഭാഗത്തായി TV യൂണിറ്റ് വരുന്നത് ലോവർ ഡിസൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. താഴെയായി സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. ധാരാളം ജനലുകൾ ഇവിടെ ഉള്ളത് കാരണം നല്ല വെന്റിലേഷൻ വീട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ, ഒരു ബാൽക്കണി, ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ് വരുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ആദ്യത്തെ ബെഡ്റൂം. ഇവിടെ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. വാർഡ്രോബിൻ്റെ ഹാൻഡിൽ വരുന്നത് ബ്ലാക്ക് കളറിലാണ്. ഈ ഭാഗത്തായി ഒരു ഡ്രസ്സിങ് ഏരിയ നൽകിയിരിക്കുന്നു. ഇവിടെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഡോർ വരുന്നത് ഫൈബറിലാണ്. ഈ ഭാഗത്തായി ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു മിററും സെൻട്രൽ ഭാഗത്തായി ഷവർ, ഇവിടെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കുള്ള ഒരു ക്ലോസറ്റും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഭാഗത്തായി ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തും ഒറ്റപ്പാളിയായിട്ടുള്ള 2 ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബാണ് ഇത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. കോൺക്രീറ്റിൽ തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസ് നൽകിയിരിക്കുന്നത്. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈൻ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ പോയിന്റ് കൊടുത്തിട്ടുള്ളത്. ഈ ഡോർ തുറന്നാൽ നമുക്ക് ടെറസിലേക്ക് പോകാം. ഇതാണ് ഈ വീടിൻ്റെ ബാൽക്കണി. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇത്. ഈ ഭാഗത്തായിട്ടാണ് ഹാൻഡിൽ വരുന്നത്. ഹാൻഡിൽ നിർമ്മിച്ചിട്ടുള്ളത് സ്ക്വയർ ട്യൂബിലാണ്. മുകളിലായി ഒരു സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും കൊടുത്തിരിക്കുന്നു. ഇവിടെ 2 ജനലുകൾ നൽകിയിരിക്കുന്നു. മുകളിലായി ധാരാളം LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. 3.5 സെൻറ്റ് സ്ഥലത്ത് 1850 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വില്ലയിൽ ടോട്ടൽ 6 വീടുകളുണ്ട്. ഒരെണ്ണം ഓൾറെഡി സോൾഡ് ഔട്ട് ആണ്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 300 മീറ്റർ മാത്രമാണ്. ഇൻഫോ പാർക്ക് 10 കിലോമീറ്റർ, എടപ്പള്ളി ലുലുമാൾ 12 കിലോമീറ്റർ, ചാർട്ടർ സ്കൂൾ 1.25 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റൽ 6 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം. ചെറിയൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വീട്. ഈ വീടിൻ്റെ വില വയ്ക്കുന്ന 69 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.